ശരണ്യ സ്നേഹിതൻ കൂടി ചേരുന്നു. ശരണ്യ, ഈ പാലക്കാടിന് മുൻപ് തന്നെ രാവിലെ അമ്പലപ്പുഴയിൽ എച്ച് സലാം MLA കൂടി പങ്കെടുത്ത ഒരു പ്രകടനത്തിലാണ് ഇത്തരത്തിൽ വലിയ പ്രകോപനപരമായി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചത്. തടയാൻ സലാമോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളും തയ്യാറായില്ല. വൈകുന്നേരം LDF-ന്റെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്ന മറ്റൊരു പ്രകടനത്തിൽ കൈയും കാലും വെട്ടും തലവെട്ടി ചെങ്കൊടി നാട്ടും എന്നാണ് നമ്മുടെ സമൂഹത്തിലൂടെ ഒരുപാട് ആളുകൾ കേൾക്കുന്ന തരത്തിൽ ഈ മുദ്രാവാക്യം വിളിയുമായി മുന്നോട്ട് പോകുന്നത്. നേരത്തെ പ്രസാദ് പറഞ്ഞ പോലെ പ്രകോപനപരം എന്നതിനപ്പുറം ഇത്തരം വിദ്വേഷ പരാമർശങ്ങളടക്കം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അവരെ വിലക്കാൻ നേതാക്കളും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. രഞ്ജിത്ത്, ഈ AKG സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് വിവിധയിടങ്ങളിൽ ആലപ്പുഴയിൽ ഇന്നലെ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിച്ചത്. അതിൽ ഏരിയ കേന്ദ്രീകരിച്ച് നടന്ന പ്രതിഷേധത്തിലായിരുന്നു എച്ച് സലാം MLA-യുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴയിൽ ആദ്യം ഇത്തരത്തിൽ വിദ്വേഷ മുദ്രാവാക്യം ഉയർന്നത്. പാലക്കാടിന് സമാനമായ സാഹചര്യത്തിൽ തന്നെയാണ് ആലപ്പുഴയിലും അത്തരത്തിൽ മുദ്രാവാക്യം വന്നത്. അതും കൈയും കാലും വെട്ടും ഒപ്പം തന്നെ തലവെട്ടി ചെങ്കൊടി നാട്ടും എന്നുള്ളതായിരുന്നു അമ്പലപ്പുഴയിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ ഉയർന്ന മുദ്രാവാക്യം. അത് അമ്പലപ്പുഴ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ആ പ്രകടനം എച്ച് സലാം MLA ആണ് നയിച്ചത്. തുടർന്ന് പോലീസ് അസംഘടിതമായ, അതായത് പോലീസിന്റെ അനുവാദം കൂടാതെ കൂട്ടം കൂടിയതിന് അത്തരത്തിൽ പ്രകടനം നടത്തിയതിന് മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ, അതായത് നമുക്കറിയാം പലയിടങ്ങളിലും DYFI അടക്കമുള്ള യുവജന സംഘടനകളൊക്കെ ഇത്തരത്തിൽ മുദ്രാവാക്യം ഉയർത്തുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രതിഷേധ പ്രകടനം എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. കാരണം അദ്ദേഹം പങ്കെടുത്ത ഒരു പ്രകടനത്തിലാണ് ഇത്തരത്തിൽ പ്രകോപനപരവും ഒപ്പം തന്നെ ആക്രമണ സ്വഭാവവുമുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ്. അതിനുശേഷം വീണ്ടും ആലപ്പുഴയിൽ വൈകിട്ട് LDF-ന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രകടനം സ്വപ്ന കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിനകത്ത് അത് ഒരുപാട് ആളുകൾ, അതായത് ഏകദേശം 10,000-ഓളം പ്രവർത്തകർ LDF-ന്റെ ഉണ്ടായിരുന്നു. അതിലാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഒപ്പം തന്നെ വിവിധ നേതാക്കന്മാർ വൈകിട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. PK ശ്രീമതിയും ഒപ്പം തന്നെ സജി ചെറിയാനും അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തതിന്. ഈ പ്രകടനത്തിലുടനീളം ഈ മുദ്രാവാക്യം വിളി ഉണ്ടായിരുന്നോ ശരണ്യ? അതോ ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രവർത്തകർ മാത്രമാണോ മുദ്രാവാക്യം വിളിച്ചത്? ഇത് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഒരു ഭാഗത്ത് ഉണ്ടായിരുന്ന പ്രവർത്തകരാണ്. പലയിടങ്ങളിൽ നിന്നായി ഇത്തരത്തിൽ പ്രകോപന മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഭാഗം കേന്ദ്രീകരിച്ച് പോയ ഓരോരോ ഏരിയ കമ്മിറ്റികളും ഒപ്പം തന്നെ ലോക്കൽ കമ്മിറ്റികളും കേന്ദ്രീകരിച്ചായിരുന്നു CPM-ന്റെ ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. CPM-ന്റെ പ്രവർത്തകർ പങ്കെടുത്ത ഭാഗത്താണ് ഇത്തരത്തിലൊരു മുദ്രാവാക്യം ഉയർന്നിട്ടുള്ളത്. കേരള കോൺഗ്രസ് അടക്കമുള്ള അല്ലെങ്കിൽ CPIM അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരുന്നു. LDF-ന്റെ പ്രകടനമായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് LDF-ന്റെ പ്രതിഷേധ സംഗമമായിരുന്നു ആലപ്പുഴയിൽ നടന്നത്. ഇതിനകത്ത് CPM പ്രവർത്തകരുടെ റാലി പ്രതിഷേധം പോയ ഭാഗത്താണ് ഈ മുദ്രാവാക്യം ഉയർന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്, കൈയും കാലും വെട്ടും ഒപ്പം തന്നെ തല വെട്ടും എന്നുള്ള രീതിയിലാണ് മുദ്രാവാക്യം ഉയർന്നിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം AKG സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട് CPM-ന്റെ മുതിർന്ന നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ പ്രകോപനപരമായ സാഹചര്യങ്ങളിലേക്ക് പോകരുതെന്ന്. പക്ഷേ ഏകദേശം 10,000-ഓളം ആളുകൾ പങ്കെടുത്ത ഒരു യോഗത്തിന്റെ പ്രതിഷേധ പ്രകടനത്തിലും ആളുകൾ അത്രയും തന്നെ പങ്കെടുത്തിരുന്നു. അത്രയും ആളുകൾ പങ്കെടുത്ത ഒരു യോഗത്തിൽ അല്ലെങ്കിൽ ആ പ്രതിഷേധ പ്രകടനത്തിലാണ് ഇങ്ങനെ ഒരു മുദ്രാവാക്യം ഉയർന്നത് എന്നുള്ളതാണ്. അതിനെ എവിടെയും അനുനയിപ്പിക്കാനോ കാര്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു മുതിർന്ന നേതാക്കളടക്കം പങ്കെടുത്തിട്ട് പോലും അത്തരത്തിൽ പാടില്ല എന്നുള്ള രീതിയിൽ എവിടെയും ആ രീതിയിലുള്ള പ്രകോപനമോ അല്ലെങ്കിൽ തടയാനുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടില്ല. മാത്രമല്ല അതിനുശേഷം കോൺഗ്രസിന്റെ മാർച്ച്, ഒരു ചെറിയ മാർച്ച് കോൺഗ്രസിന്റെയും പിച്ചൂർ ജംഗ്ഷനിലെ ഇന്ദിരാഗാന്ധി പ്രതിമ തകർത്തതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ആ മാർച്ചിനിടയിലും എത്തിയ പ്രവർത്തകർ, അതായത് പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇരുവിഭാഗവും തമ്മിൽ കയ്യേറ്റവും ഒപ്പം തന്നെ പരസ്പരം പോര് വിളിക്കുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു പ്രകോപനപരമായ അന്തരീക്ഷത്തിലേക്ക് പ്രവർത്തകരെ കൊണ്ടെത്തിക്കാൻ ഈ സംഭവങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അതിനെ കാര്യമായ രീതിയിൽ തടയിടാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രവർത്തകർ കൊലവിളി മുദ്രാവാക്യം വിളിക്കുന്നു, നേതാക്കൾ ഒപ്പമുള്ളവർ മുതിർന്നവർ അത് തടയുന്നില്ല. അങ്ങനെ ഇത്തരത്തിലുള്ള മുദ്രാവാക്യം വിളികൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടാവുകയും ചെയ്യുന്നു. ശരണ്യ സ്നേഹജനും പ്രസാദ് ഉടുമ്പശ്ശേരിയുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.